കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനിയെ തിരികെ കൊണ്ടുവരാനായിട്ട് ഭാമയുടെ മനസ്സുമാറ്റം ശ്രമിക്കുകയാണ് രാഘവനും അർജുനും രോഹിത്തും എല്ലാവരും കൂടെ. രാഘവൻ ഭാമയോട് പറയുവാണ്, ഇനിയെങ്കിലും നീ പഴയതൊക്കെ മറക്കണം. വിഷ്ണുവിന് വേണ്ടേ നല്ലൊരു ജീവിതം. അതുകൊണ്ട് നീ പഴയ കാര്യങ്ങളെല്ലാം മറന്ന് ശാലിനിയോട് ക്ഷമിച്ച് അവൾ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരണം. അങ്ങനെ എല്ലാവരും പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ ഭാമയുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുവാണ്. ഭാമ അവരെല്ലാവരുടെ ആവശ്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് മൗനം ഒട്ടും മിണ്ടാതിരിക്കുകയാണ്. ഇത് കാണുന്ന സുസ്മിത മനസ്സിൽ പറയണേ, ഭാമാൻ്റെ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അതിനർത്ഥം ഇവർ പറയുന്ന ആവശ്യം ഭാമാൻ്റെ അംഗീകരിച്ചു എന്നാണോ? ശാലിനി തിരികെ വിളിക്കാൻ ഭാമാൻ്റെ സമ്മതിച്ചോ? എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ശാലിനി ഒരിക്കലും ഇവിടെ തിരിച്ചു വരാൻ പാടില്ല. ഇപ്പം തന്നെ ഞാൻ ഇടപെടണം, അല്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. ഈ ഒരു സമയത്ത് തന്നെ ശാലിനി ഓട്ടോറിക്ഷയിലെ ഗേറ്റിൻ്റെ അവിടെ വന്ന് ഇറങ്ങുവാണ്. അങ്ങനെ സന്തോഷത്തോടെ കുഞ്ഞിനെ പിടിച്ചുകൊണ്ട് ശാലിനി നടന്ന് വന്നുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയത്ത് സുസ്മിത ഭാമയോട് പറയണേ, അതേ ഭാമാൻറ്റി, എന്തൊക്കെ പറഞ്ഞാലും വിഷ്ണുവേട്ടൻ്റെ ഭാര്യയല്ലേ ശാലിനി. ശാലിനി ഭാമാൻറ്റി തിരികെ വിളിക്കണം. ഇപ്പോൾ ശാലിനിയെ പോലെയുള്ള മരുമകൾ ഈ വീട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ആൻറ്റിക്കും കൂടി വലിയ അഭിമാനമുള്ള കാര്യമല്ലേ. അത്രയും വലിയ ഉയരത്തിലല്ലേ ശാലിനി എത്തിയിരിക്കുന്നത്. അങ്ങനെ സുസ്മിതയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒന്നും മനസ്സിലാവാത്തവിടെ നിൽക്കുവാണ് ഭാമ. സുസ്മിത, നീ എന്താ ഉദ്ദേശിച്ചത് എന്ന് ഭാമ ചോദിക്കുക. അന്നേരം സുസ്മിത പറയണേ, അത് പിന്നെ ശാലിനി ഇപ്പോൾ IAS ട്രെയിനിങ്ങിന് പോകാൻ റെഡിയായി നിൽക്കുമല്ലേ. ഉടനെ തന്നെ അവൾ കളക്ടറാകുമല്ലോ. അപ്പോൾ ഒരു കളക്ടറിൻ്റെ അമ്മായിയമ്മയാണ് സത്യാമ്മ എന്നൊക്കെ പറഞ്ഞ് ആൾക്കാരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കാമല്ലോ. ഇതേക്കുന്ന ഭാമ അങ്ങ് ഷോക്കാകണേ. സുസ്മിത, നീ എന്താ പറഞ്ഞത്? അവൾ IASൻ്റെ ട്രെയിനിങ്ങിന് പോകുവാണെന്നോ? അതേക്കുമ്പോൾ രാഘവനാരും വിഷ്ണുവും എല്ലാവരും അങ്ങ് ടെൻഷനാകുവാണ്. ഈ സമയം സുസ്മിത പറഞ്ഞേ, അതെ ആൻറ്റി, അല്ല ഈ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണല്ലോ. അല്ല ഭാമ ആൻറ്റി ഇതുവരെ അറിഞ്ഞില്ലേ? ആൻറ്റിയോട് ആരും പറഞ്ഞില്ലേ? അവൾ IASൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ പാസ്സായി, അതും ഫസ്റ്റ് റാങ്കിൽ. TV-യിലും സോഷ്യൽ മീഡിയയിലും എല്ലാം അത് വാർത്തയായിരുന്നല്ലോ. അല്ല ആൻറ്റി ഇതൊന്നും അറിഞ്ഞില്ലേ? ഈ സമയം ഭാമക്കങ്ങ് കലി കയറി വരുവാണ് കേട്ടോ. കാരണം ശാലിനി IASൻ്റെ ഇൻ്റർവ്യൂവിനും മറ്റും പോകില്ലെന്നും ആ സ്വപ്നം ഉപേക്ഷിച്ചു എന്നും പറഞ്ഞ് ഭാമക്ക് വാക്ക് കൊടുത്തല്ലോ. ആ കാര്യങ്ങളൊക്കെ ഭാമ ഓർത്തിട്ട് വല്ലാതെ അങ്ങ് ദേഷ്യം വന്ന് നിൽക്കുവാണ്. ഈ സമയം സുസ്മിത പറയണേ, അല്ല ആൻറ്റിയോട് അനുവാദം വാങ്ങാതെയാണോ അപ്പോൾ ശാലിനി IASൻ്റെ ട്രെയിനിങ്ങിനൊക്കെ പോകാൻ പോകുന്നത്? കഷ്ടം തന്നെ. ആൻറ്റിയെ അവൾ ഒരു തുള്ളി പോലും വില കൊടുത്തില്ലല്ലോ. ആൻറ്റിയുടെ വാക്കിന് അല്പമെങ്കിലും വില കൽപ്പിച്ചിട്ടുണ്ടായെങ്കിൽ അവൾ ഈ അഹങ്കാരമൊക്കെ ചെയ്യുമോ? ഇതേക്കുമ്പോൾ രാഘവൻ നായർ സുസ്മിതയോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട്. അന്നേരം സുസ്മിത പറയണേ, ആൻറ്റി, ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ ആൻറ്റിക്ക് ഞാൻ തെളിവ് കാണിച്ചു തരാം. അങ്ങനെ പറഞ്ഞ് ശാലിനിയുടെ IASൻ്റെ വാർത്തയൊക്കെ ഭാമക്ക് കാണിച്ചു കൊടുക്കുവാണ്. മാത്രമല്ല ശാലിനി IASൻ്റെ ഇൻ്റർവ്യൂ പാസ്സായ സന്തോഷത്തിൽ വിഷ്ണുവോടെ പോയി കാണിച്ച പ്രകടനങ്ങളൊക്കെ സുസ്മിത കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കാണുമ്പോൾ ഭാമക്ക് അങ്ങ് ദേഷ്യം വരുമോ? ഓഹോ, അത് ശരി, അപ്പം എല്ലാവരും കൂടി എന്നെ വീണ്ടും പറ്റിക്കുമായിരുന്നല്ലേ. ആ ശാലിനി, അവൾ ഒരിക്കൽ പോലും എന്നോട് ഒരു സത്യം പോലും പറഞ്ഞിട്ടില്ല. വായെടുത്ത കള്ളം മാത്രമേ പറയൂ. ഇപ്പോഴും അത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവളത് IASൻ്റെ ട്രെയിനിങ്ങിന് പോകാൻ പോകുന്നു. എല്ലാ കാര്യങ്ങളും എന്നെ മറച്ചു വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും അതിന് കൂട്ടുനിന്നു അല്ലേ? ഇതെല്ലാം മുറ്റത്ത് നിൽക്കുന്ന ശാലിനി കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കേട്ട് അകത്തേക്ക് കയറാൻ മടിച്ച് ശാലിനി പുറത്തു തന്നെ നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്ത് ഭാമ പറയണേ, ഇല്ല, ഇനി ഞാൻ ഒരിക്കലും ആ ശാലിനിയോട് ക്ഷമിക്കില്ല. രാഘവേട്ട, നിങ്ങളെല്ലാവരും പറയുന്നത് കേട്ട് അവളെ തിരികെ വിളിക്കാമെന്നാണ് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അവൾ എന്നോട് ചെയ്ത ഈ ചതി അതൊരിക്കലും എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാനൊരു കാര്യം തീരുമാനിക്കുക. ഇനി എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ ജീവിതത്തിൽ ആ ശാലിനി ഉണ്ടാവില്ല. അവൾ ഒരിക്കലും ഈ വീട്ടിലേക്ക് കയറാനും പോകുന്നില്ല. ഭാമയുടെ ഈ തീരുമാനം കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോകുവാണ്. ശാലിനിയാണെങ്കിൽ ആകെ അങ്ങ് തകർന്നു പോകുവാണ്. ശാരദാമ്മയും വിഷ്ണുവും എല്ലാവരും ഷോക്കാകുവാണ്. ഈ സമയം വിഷ്ണു ഭാമയോട് പൊട്ടിത്തെറിക്കണേ, അമ്മേ, ഇത്ര നാൾ ഞാൻ കാത്തിരുന്നു. അമ്മ പറഞ്ഞ വാക്കനുസരിച്ചു. പക്ഷേ ഇനിയും ശാലിനി അകറ്റി നിർത്താൻ എന്നെക്കൊണ്ടാവില്ല. അമ്മയുടെ ഈ തീരുമാനം ഞാൻ അംഗീകരിക്കില്ല. ഇതേക്കുന്ന ഭാമക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ഭാമ പൂജാമുറിയിൽ പോയി ഒരു തട്ടിൽ ആരതി എടുത്തുകൊണ്ട് വരുവാണ്. എന്നിട്ട് വിഷ്ണുവിനോട് പറയണേ, വിഷ്ണു, നീ ആരതിയിൽ തൊട്ട് എനിക്ക് സത്യം ചെയ്തു തന്നെ ആ ശാലിനിയെ നീ ഒരിക്കലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല എന്ന്. ഭാമയുടെ ഈ വാക്കുകൾ കേട്ടിട്ട് രാഘവൻ നായരും ശാരദാമ്മയും ശ്യാമയും ശാലിനിയും എല്ലാവരും അങ്ങ് ഷോക്കായി പോകുവാണ്. ഈ സമയം വിഷ്ണു പറയണേ, ഇല്ലമ്മേ, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ സത്യം ഞാൻ ചെയ്യില്ല. അത് ചെയ്യാൻ എന്നെക്കൊണ്ടാവില്ല. അതേക്കുമ്പോൾ ഭാമ പറയണേ, അങ്ങനെയാണെങ്കിൽ പിന്നെ നിനക്ക് അമ്മയെന്ന് വിളിക്കാനായിട്ട് ഈ സത്യഭാമ ജീവിച്ചിരിക്കില്ല. ഞാൻ പറയുന്നത് നീ അനുസരിച്ചില്ലെങ്കിൽ പിന്നെ നിനക്ക് നിൻ്റെ അമ്മയെ ജീവനോടെ കാണാൻ പറ്റില്ല. അങ്ങനെ വിഷ്ണുവിനെ ഓരോന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുവാണ് ഭാമ. ഈ സമയം വിഷ്ണുവിനാണെങ്കിൽ വേറെ നിവൃത്തിയില്ലാതെ ഭാമക്ക് അസത്യം ചെയ്ത് കൊടുക്കേണ്ടി വരുവാണ്. ആരതി തട്ടി കൈവച്ച് ശാലിനി ഇനി ഒരിക്കലും കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല എന്ന് വിഷ്ണു സത്യം ചെയ്യുവാണ് കേട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ ശാലിനി പൂർണ്ണമായും തകർന്നു പോകുവാണ്. അവിടെ പുറത്തു നിന്ന് പൊട്ടിക്കരയുവാണ് ശാലിനി. ഈ സമയം എന്ത് ചെയ്യുമെന്നറിയാതെ ശാരദാമ്മയും രാഘവൻ നായരും എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്.
ഇതൊക്കെ കാണുമ്പോൾ സുസ്മിതക്ക് അങ്ങ് സന്തോഷമാകുവാണ്. അടിപൊളി, ഇനി ഒരിക്കലും ശാലിനിക്ക് ഈ വീട്ടിലേക്ക് കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സന്തോഷിച്ച് തുള്ളിച്ചാടി നിൽക്കുവാണ് സുസ്മിത. ഇതേസമയം പുറത്തു നിൽക്കുന്ന ശാലിനിയാകട്ടെ തൻ്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഹൃദയം പൊട്ടി കരയുവാണ്. എന്നിട്ട് പറയണേ, മോളെ നമുക്ക് ഇവിടെ നിന്ന് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അങ്ങനെ ശാലിനി മനസ്സുകൊണ്ട് വിഷ്ണുവിൻ്റെയും ഭാമയുടെയൊക്കെ അനുഗ്രഹം വാങ്ങിച്ച് ആ വീടിൻ്റെ പടിയിറങ്ങി പോകുവാണ്. അപ്പോൾ ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്